ഹായ് ഓൾ, അന്ന ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡ്രസ് വീഡിയോ ഇല്ല, നമ്മുടെ ഗീവ് അവേ അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് മന്ത്, അതായത് നവംബർ ലാസ്റ്റ് ആയപ്പോഴേ ഒത്തിരി പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ ഗീവ് അവേ എന്തെങ്കിലും ഉണ്ടോ. അന്നേരം ഇതൊന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത മെസ്സേജ് ഇല്ല, നമുക്ക് ഡിസ്കൗണ്ട് സെയിൽ വെക്കാം എന്ന് മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഷോപ്പുണ്ട്, ഷോപ്പിൽ ഒത്തിരി കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴിങ്ങനെ ചോദിക്കാറുണ്ട് ക്രിസ്മസിന് എന്താ സ്പെഷ്യൽ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 3000 എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൂപ്പൺ, ഷോപ്പ് ആൻഡ് വിൻ കൂപ്പൺ വെച്ചിട്ട് അങ്ങനെ ഒരു ഇതാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്കും ഇതൊരു നോട്ടീസ് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ വീണ്ടും ഓൺലൈൻ കസ്റ്റമേഴ്സ് ചോദ്യം തുടങ്ങി, ഷോപ്പിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കില്ലേ എന്ന്. അപ്പോൾ ഞാൻ കരുതിയത് അപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാൻ ചെയ്തത് നമുക്കൊരു ഗിവ് അവേ വെച്ചാലോന്ന്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നാളെ മുതലുള്ള വീഡിയോ നമ്മൾ ആഴ്ചയിൽ ഒരാളെയാണ് ഗിവ് അവേ വിന്നറായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൂൾസ് വരുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അവരുടെ ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയയിൽ, അതായത് വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റയിലോ ഏതിൽ വേണമെങ്കിലും നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. 24 hours കഴിയുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരിക. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഏത് സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്. ഇന്നത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പറയുന്നില്ല, ഏതിലാണെങ്കിലും. വാട്സപ്പ് ആകുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് 24 hours കഴിയുമ്പോൾ വ്യൂസ് നമുക്ക് കാണാമല്ലോ, ആ ഭാഗമാണ് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കേണ്ടത്. മറ്റേത് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് 24 hours കഴിയുമ്പോൾ എടുത്ത് അയക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും പേര് എഴുതിയിട്ടിട്ട് നമ്മൾ അന്ന് ഒരു വീക്ക് ആകുമ്പോഴത്തേക്ക് അന്ന് ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിടവിട്ടായിരിക്കാം അത് പോസ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച്. എത്ര പേർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തു, അപ്പോൾ നാളെ വീഡിയോ വന്നെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒന്നിൽ ചെയ്ത ആൾക്ക് അടുത്തതിൽ ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കണ്ടീഷനൊന്നുമില്ല. അപ്പോൾ ഏത് വീഡിയോ വേണമെങ്കിലും, അതായത് ഇനി മുതലുള്ള വീഡിയോ ആണ്, കഴിഞ്ഞ വീഡിയോ ഒന്നുമല്ല, ഇനി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീക്കിലി നമുക്ക് ഒരാളെ എടുത്തിട്ട് നമുക്ക് അവർക്കൊരു കുർത്തി അവരുടെ സൈസിനനുസരിച്ച് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിൽ 3000 എബോ, കാരണം ഒരുപാട് പേര് അങ്ങനെ ഒത്തിരി കാശിന് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ട് സെയിലിൽ തന്നെയാണ്, അതായത് നമ്മൾ ഇതിൽ കാണിക്കുന്നതിനേക്കാളും പ്രൈസ് കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം അവർ വന്ന് വാങ്ങുകയല്ലേ, അപ്പോൾ അവർക്ക് പോസ്റ്റൽ ചാർജ്, കൊറിയർ ചാർജ് വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് കുറച്ചാണ് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒത്തിരി എടുക്കുമ്പോഴത്തേക്ക് വീണ്ടും ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന് വരുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ അവർ ചോദിച്ചാണ് ഞങ്ങൾക്കൊന്നുമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചതാണ് 3000 എബോ അതിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഷോപ്പ് ആൻഡ് വിൻ കൂപ്പൺ വെച്ചിട്ട് അവരുടെ പേരെല്ലാം എഴുതിയിട്ട് 5 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുക. അത് നമ്മൾ ന്യൂ ഇയറിലെ ചെയ്യത്തുള്ളൂ. കാരണം ഡിസംബർ 10 മുതൽ 31 വരെ അതിനിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അതങ്ങനെ. അതുകൂടാതെ വേറൊരു ടീമും കൂടെ ഉണ്ട് നമുക്ക്, അതായത് റീസെല്ലേഴ്സ്. ചെറിയ കുറച്ച് കച്ചവടക്കാരുണ്ട്, നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങി റീസെല് ചെയ്യുന്നവർ, വീട്ടിലിരുന്ന് കച്ചവടം ചെയ്യുന്നവർ. അതിൽ നമ്മൾ കൊടുക്കുന്നത് 10 പീസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഹോൾസെയിൽ റേറ്റിലാണ് സാധനം കൊടുക്കുന്നത്. അതെടുത്ത് ചെയ്യുന്നവർക്ക് അതറിയാം. അപ്പോൾ അല്ല ഇത് സൈസ് വൈസ് തന്നെ അല്ലെങ്കിൽ സെറ്റ് വൈസ് തന്നെ എടുക്കണമെന്ന് അതിൽ കണ്ടീഷൻ ഇല്ല. കാരണം അവർ ചെറിയ കച്ചവടക്കാരല്ലേ, അപ്പോൾ അവർക്ക് മൂവ് ആകുന്നത് എന്താണോ അത് തിരിച്ചെടുക്കത്തില്ല. നമ്മൾ 10 പീസ് വന്ന് സെലക്ട് ചെയ്താൽ അത് എന്ത് ഐറ്റംസ് വേണമെങ്കിലും എടുക്കാം. 3 പീസോ 2 പീസോ കുർത്തീസോ സാരീസോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ സെല് ചെയ്യാനായിട്ട് 10 പീസ് മിനിമം എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അവർക്കും ഇത്തവണ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. അത് ഷോപ്പിൽ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിൽ എന്തെങ്കിലും അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും
ഗീവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ക്രിസ്മസിനും ന്യൂ ഇയറിനായിട്ട് ഒത്തിരി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് ചെയ്ത ഓരോ ദിവസവും വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഷോപ്പിൽ വരുന്നവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അവർ സോഷ്യൽ മീഡിയയിലൂടെ അത് ചെയ്യല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് 24 hours കഴിയുമ്പോൾ അയച്ചു തരിക. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഓൾ.